ഇവിടെ 50 വയസ്സുള്ള ഈ ലേഡി 3 പുരുഷന്മാരെ വിവാഹം കഴിക്കാനായി തീരുമാനിച്ചു. അപ്രതീക്ഷിതമായി ഒറ്റ രാത്രി കൊണ്ട് അവൾ പെട്ടെന്ന് അവളുടെ യൗവനത്തിലേക്ക് വീണ്ടെടുക്കുകയാണ്. ഇത് കാണുന്ന 3 ഭർത്താക്കന്മാരെയും പൂർണ്ണമായി ആശയക്കുഴപ്പത്തിലാക്കി. പക്ഷെ ആ യുവതി എന്ന നിലയിൽ അവൾ എത്ര അതിശയകരമാണെന്ന് അവർ കണ്ടപ്പോൾ അവരെല്ലാവരും അവളെ നന്നായി പരിപാലിക്കാനായി തീരുമാനിച്ചു. സത്യത്തിൽ അവർക്കറിയില്ലായിരുന്നു ആ ലേഡി യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ടിലെ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണെന്നുള്ളത്. ഒരു അപകടത്തെ തുടർന്ന് അവളെ പുരാതന കാലത്തേക്ക് കൊണ്ടുപോയി ഒരു വൃദ്ധയുടെ ശരീരത്തിലേക്ക് അവളെ കുടുക്കി. ജീവിക്കാൻ 1 മാസം ബാക്കി നിൽക്കെ ആകസ്മികമായി അവൾക്ക് ആയുസ് നൽകുന്ന ഒരു സിസ്റ്റം അവൾക്കൊരു മുന്നറിയിപ്പ് നൽകി. 3 പുരുഷന്മാരെ വിവാഹം കഴിച്ചാൽ അവളുടെ യഥാർത്ഥ ശരീരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന്. എന്നാൽ ഇക്കാര്യം പറയുമ്പോൾ ഗ്രാമത്തിലെ എല്ലാവരും അവളെ അകറ്റി നിർത്തി. ഭാഗ്യവശാൽ ചക്രവർത്തി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. സൈന്യത്തിൽ ചേർന്ന ഒരു വ്യക്തിക്ക് ഭാര്യയെ നൽകാമെന്ന്. അത് കേട്ടതും അവൾ സൈനിക ക്യാമ്പിലേക്ക് തിടുക്കത്തിൽ പോയി. അപ്പോൾ അവിടെ 3 പയ്യന്മാർ നിലത്ത് മുട്ടുകുത്തി നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ ധൈര്യത്തോടെ 3 പേരെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. എല്ലാവരിൽ നിന്നും തൽക്ഷണ പരിഹാസമാണ് കേട്ടത്. ആ സ്ത്രീ വളരെ പ്രായമുള്ളവയായതുകൊണ്ടാണ് അവരെല്ലാവരും പുച്ഛിച്ചത്. സൈന്യത്തിൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കാൻ ആ 3 പുരുഷന്മാര് മരിച്ചുപോയ ഉദ്യോഗസ്ഥ മക്കളായിരുന്നു. വേഗം അവൾ ആ 3 പേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സ്ത്രീ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവരെല്ലാവരും ജനറലുടെ മക്കളായിരുന്നു. അവർ പ്രധാനമന്ത്രിയെ അപമാനിച്ചതിന് തടവിലായിരുന്നു. പിന്നീട് അവൾ 3 പേരോടും ഇന്ന് രാത്രി ആരാണ് തന്നോടൊപ്പം ഉറങ്ങാൻ വരിക എന്ന് ചോദിക്കുമ്പോൾ ഇളയ സഹോദരൻ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു. അവൾ ദയ കാണിച്ചവരെ രക്ഷിച്ചെന്ന് കരുതി മുതലെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ മൂത്ത സഹോദരൻ മുന്നോട്ട് കയറി അവളൊപ്പം താമസിക്കാനായിട്ട് സമ്മതം പറഞ്ഞു. അതോടെ അവൾ അവളുടെ സിസ്റ്റം പറഞ്ഞതുപോലെ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി. അതിന്റെ പ്രതിഫലമായി അവളുടെ ആയുസ്സിന് വലിയ മാറ്റമാണ് വരുത്തിയത്. ആ സിസ്റ്റം അവളെ യുവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇക്കാര്യം അവൾ അവളുടെ 3 ഭർത്താക്കന്മാരോട് പറയാനായിട്ട് വരുമ്പോൾ ഇളയ സഹോദരൻ അവിടെ അവളെക്കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കുകയായിരിക്കും.